ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. എ വെരി വാം വെൽക്കം ഫോർ ദി MCom ആൻഡ് എ വെരി എക്സലൻറ്റ് അക്കാഡമിക് ഇയർ ഫോർ യു എന്നുള്ളതും കൂടിയാണ് എൻ്റെ ആശംസ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്തത് കൊണ്ടാണ് MCom സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ? സോ ഓൾമോസ്റ്റ് ദ പീപ്പിൾ ഹു ഹാവ് ടേക്കൻ MCom as a choice, I expect they will also one day will come and take the class. ആണോ? ടീച്ചിങ് തന്നെയാണോ നിങ്ങളും പ്രതീക്ഷിക്കുന്നത്? എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജോലി അത് തന്നെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആവാനോ അതല്ലാന്നുണ്ടെങ്കിൽ ടീച്ചിങ് എക്സ്പീരിയൻസോ ടീച്ചിങ് എന്നുള്ള ഒരു വിഷൻ ഉള്ള ആൾക്കാർക്ക് MCom വളരെ നല്ലതാണ്. സോ വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഷെയർ ചെയ്യുന്നത് ഞാനും അബമിസും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ ഏകദേശം 5 modules ഉണ്ട്. 3 modules will be handled by your Abamis and 2 modules will be taken by myself. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മേടിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ബുക്കുണ്ട്. ഡോക്ടർ കെ വേണുഗോപാലൻ ആൻഡ് ഡോക്ടർ അബ്ദുൽ അസീസ് കൊറോത്ത്, ഈ 2 ഓതേഴ്സ് കൂടി എഴുതിയിട്ടുള്ള ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. 12 ചാപ്റ്റേഴ്സിൽ 4 ചാപ്റ്റേഴ്സ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ 8 ചാപ്റ്റേഴ്സ് അബമിസ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ദെൻ നമുക്ക് ഈ ഒരു MCom സ്ട്രീം ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PGക്ക് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു ഗുഡ് അഡ്വൈസ് എന്ന് പറയുന്നത് പ്ലീസ് ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു ദി യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് അലോൺ എന്നുള്ളതാണ്. സോ യു ഹാവ് ടു നോ മോർ, യു ഹാവ് ടു ലേൺ മോർ. So what you have to do is go on to a good library. നമ്മുടെ കോളേജിൽ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ലൈബ്രറിയിലേക്ക് വരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതും ലൈബ്രറിയിൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അസൈൻമെൻറ്റ്സും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എക്സ്ട്രാ നിങ്ങളുടെ അടുത്ത് നോക്കാൻ പറയും, പ്രിപ്പയർ ചെയ്യാൻ പറയും, റെഫർ ചെയ്യാൻ പറയും. സോ ഓൾവേസ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് വിൽ സ്പെൻഡ് ദെയർ ടൈം അറ്റ് ദി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടൈം. ദേ യൂസ് ടു സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻ ദി ലൈബ്രറി referring books to create their own knowledge. ഒരു പേഴ്സൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് അവൻ്റെ നോളജാണ്, അവൻ്റെ എക്സ്പീരിയൻസാണ്. അവൻ്റെ നോളജാണ് ഒരു പേഴ്സൻ്റെ വെൽത്ത് എന്ന് പറയുന്നത്. അതർ തിങ്സ് വിച്ച് ഗിവ്സ് യു നത്തിങ്, അതൊക്കെ നമുക്കുണ്ടായിട്ടും ഒരു കാര്യമില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നോളജാണ്. ഈ നോളജ് എവിടെ നിന്ന് കിട്ടും? നമ്മൾ എന്തൊക്കെ വായിക്കുന്നുവോ അതൊക്കെ നമ്മുടെ അറിവിലേക്കുള്ള ശേഖരണങ്ങളാണ്. നമ്മൾ ഈ മാലയിൽ കോർക്കുന്ന ഓരോ മുത്തുകൾ പോലെ നമ്മളിപ്പോൾ ഒരു പേപ്പർ വായിച്ചു, ഒരു ജേണൽ വായിച്ചു, അല്ലെങ്കിൽ ഒരു ബുക്ക് റെഫർ ചെയ്തു. അപ്പോൾ അതിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. ഇത് ഓരോന്നും ഓരോ മണികൾ പോലെ ഈ മാലയിൽ കോർക്കുന്ന പോലെ ഇതിങ്ങനെ കോർത്ത് നിങ്ങളുടെ യു ആർ ആഡിങ് നോളജ് ടു യുവർ ബ്രെയിൻ, ടു യുവർ സെൽഫ്, ടു സെൽഫ് അറ്റൈൻമെൻറ്റ്, ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ ഈ ഇൻഫർമേഷൻസ് മുഴുവൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. സോ എത്ര ഇൻഫർമേഷൻ അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുവോ നമ്മൾ അത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമ്മൾ മാറും.
അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജി, വിച്ച് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സൈക്കോളജി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ പോകുന്നതും ആ ഒരു വഴിയിലാണ്. ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അതായത് നിങ്ങളുടെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആസ് പെർ യുവർ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 3rd ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സ്, ലേണിംഗ് എന്ന് പറയുന്ന സംഭവം അതിൽ പഠിക്കാനുണ്ട് നമുക്ക്, മോട്ടിവേഷൻ ഉണ്ട്, ആൻഡ് ദെൻ പേഴ്സണാലിറ്റി. അതോട് കൂടിയിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോണേക്കാളും മുമ്പ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് ലിജി ജോൺ, ഐ കം ഫ്രം ചിറ്റാറ്റുകര. ഓക്കെ, ഇനി വേറെ എന്താണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാനുള്ളത്? ഞാൻ ഈ കോളേജിൻ്റെ തുടക്കം മുതലേ ഉള്ള ആളാണ്. 2015 നമ്മുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. 2015 മുതലേ ഞാൻ ഇവിടെ ഉണ്ട്. ബിഫോർ ദറ്റ് ഐ വാസ് വർക്കിംഗ് ഇൻ അനദർ കോളേജ്. അതേപോലെ അതിന് മുമ്പ് +2 വർക്ക് ചെയ്തിട്ടുണ്ട്, ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോണു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ. അപ്പോൾ സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്താണ്? സൈക്കോളജി, ടു നോ ഹൗ എ പേഴ്സൺ ബിഹേവ്, ഹൗ എ പേഴ്സൺ തിങ്ക്. It completely depends upon perception. Okay, നമ്മുടെ ആൽഡോസ് ഹക്സ്ലി എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്, ഫേമസ് റൈറ്റർ ഉണ്ട്. ആളുടെ വേർഡ്സ് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. There are things known and there are things unknown and in between are the doors of perception. 2 കാര്യങ്ങളുണ്ട്. തിങ്സ് നോണും ഉണ്ട്, അതേപോലെ തിങ്സ് അൺനോണും ഉണ്ട്. ഇത് രണ്ടത്തിൻ്റെയും ഇടയിലുള്ളതാണ് ദ ഡോസ് ഓഫ് പെർസെപ്ഷൻ. what do you mean by perception? പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ബൈ യൂസിങ് യുവർ സെൻസ് ഓർഗൻസ്, യു നോ വാട്ട് ആർ ദ സെൻസ് ഓർഗൻസ്? യുവർ ഐസ്, യുവർ നോസ്, യുവർ ഇയേഴ്സ്, your mouth, and then your skin. All those things are sense organs. So using those sense organs, how we are seeing things, how we are understanding things എന്നുള്ളതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പല ആൾക്കാരും പറയാറുണ്ട്, എന്ത്? കണ്ടാൽ വിശ്വസിക്കരുത്. നമ്മൾ പറയും, നമ്മൾ നേരിൽ കണ്ടതാണ്. ദെൻ ഹൗ കുഡ് ഐ, എനിക്ക് എങ്ങനെ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റും? ഞാൻ നേരിട്ട് കണ്ടതാണ്. ഡോണ്ട് ഡു ദാറ്റ്, അല്ലേ? അപ്പം എന്താണ് അവർ പറയുന്നത്? കണ്ടാൽ വിശ്വസിക്കണ്ട എന്നാണ് പറയുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു? ഗോ ഇൻ ഫോർ എ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ, ഒരു എൻക്വയറി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇത് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ മറ്റൊരാളിനെ കുത്തിക്കൊന്നു. ഇത് കണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, ഇത് കണ്ട ആൾക്കാരുണ്ട്. എ ബീനെ കുത്തിക്കൊല്ലുന്നതാണ് കണ്ടത്. ഇത് കണ്ട സി എന്ന് പറയുന്ന ആൾ വിറ്റ്നസ്സാണ്. പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അത് അപ്പം തന്നെ ഈ സി പറഞ്ഞത് കേട്ടിട്ട് അപ്പം തന്നെ അവർ ഹാങ് ചെയ്യുന്നുണ്ടോ? നോ. what they doing? They are going in for a detailed investigation. What made this particular person A to do this act?
ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് എന്താണ് ഇയാളുടെ എ എന്ന് പറയുന്ന വ്യക്തിയുടെ മോട്ടിവേഷൻ എന്താണ്? വാട്ട് മെയ്ഡ് ഹിം ടു ബിഹേവ് ലൈക്ക് ദിസ്? സോ ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു നോ. ഇതാണ് നമ്മൾ അന്വേഷിക്കാനായിട്ടോ അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടോ നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് എന്തുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ പല റീസൺസ് ഉണ്ടായിരിക്കാം. ഒന്നെങ്കിൽ ഏനെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അത് തടയാനായിട്ട്, ആക്രമിക്കാൻ ഒരാൾ വരുമ്പോൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ചിലപ്പോൾ തടയാനുള്ള മെഷേഴ്സ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുത്തേറ്റിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ some other reasons may be. So what the police officers do is they go in for the detailed investigation what made this particular person to behave like this and which made him to take this kind of action. എന്താണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് അയാളെ പ്രേരിപ്പിച്ചത് എന്താണ്? ദാറ്റ് ഈസ് ദ മോട്ടീവ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പണിഷ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്കുള്ള ഒരു അനദർ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ചിനെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ തന്നെയുണ്ട്. എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ നോൺ ആസ് ബിസിനസ് സൈക്കോളജി എന്ന് പറയുന്നത് തന്നെയുണ്ട്. So what a person do, how a person react in particular situation. അപ്പോൾ കമ്പനിയുടെ പൊസിഷൻ എന്ന രീതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, how we have to do things എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ അത് കാരണമാണ് പറയുന്നത് ഒരാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാലേ അയാൾ എന്ത് ആക്ഷനാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദി സൈക്കോളജി ഓഫ് എ പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തറിയാനായിട്ട് പറ്റും? ഹൗ എ പേഴ്സൺ അല്ലെങ്കിൽ ഹൗ ആൻ എംപ്ലോയി ബിഹേവ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ അയാൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൗ ഹീ പെർഫോംസ്. ചില ആൾക്കാരുണ്ട്, എന്ത് ജോലി കൊടുത്താലും ദ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ മാത്രമേ ചെയ്യുള്ളൂ. ചില ആൾക്കാരുണ്ട്, അവർക്കൊരു ജോലി നമ്മളൊരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ they will start thinking on that job which has been assigned to them. They will start thinking and they will look into the topics, what they have to cover, അല്ലാന്നുണ്ടെങ്കിൽ what they have to do എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാനായിട്ട് തുടങ്ങും. And they will go in for the related searches. അതിന് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. And then they will collect the materials. സോ ഈ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്, അവരുടെ വർക്കിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കളക്ഷൻ, ആൻഡ് ഫൈനലി അനലൈസിങ് ആൻഡ് പുട്ടിങ് ഇറ്റ് ഓൺ ടു ദി ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിൻ്റെ ഔട്ട്പുട്ട് രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. സോ കമ്പയർ ദീസ് ബോത്ത് ആക്ഷൻസ്. ഏതിൻ്റെ റിസൾട്ടായിരിക്കും നന്നായിരിക്കുക? ദ ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ തിരക്കടിച്ച് ചെയ്യുന്നതാണോ, അതല്ലാന്നുണ്ടെങ്കിൽ വെൽ പ്ലാൻഡ് രൂപത്തിൽ വരുന്നതാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു വെൽ പ്ലാൻഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് വരുമ്പോൾ ആ കാര്യത്തിന് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് വായിച്ചു നോക്കി, അതിനെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്തു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എവിടേക്കാണെന്നുള്ളത് അന്വേഷിച്ച് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ഒന്നും കൂടിയും അതിൽ ഏറ്റവും ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ഔട്ട്പുട്ട് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. സോ എത്ര പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി. വി ഹാവ് റെഡ്
for 2 or 3 times, and we have searched for the things, and we have collected the things, and we have analyzed, and finally the output is ready. അല്ലേ? അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഓരോ സ്റ്റേജും കഴിഞ്ഞ് വരുമ്പോൾ ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും. നേരെ മറിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കിട്ടിയതും വരിയതും എല്ലാം കൂടി എന്താ പറയുക വാരി കൂട്ടിയിട്ട് ഒരു അവിയൽ പരുവത്തിൽ സംഭവം അങ്ങോട്ട് അവതരിപ്പിക്കും. കുറേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഒന്നിനോടും ലിങ്ക് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മളൊരു പേഴ്സണിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ, in an organization, if you're hiring a person, first watch him closely. ഇതാണ് ആ ഒരു വ്യക്തിയുടെ ഹയർ ഒഫീഷ്യൽ. ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ഹെഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയർ പേഴ്സൺസ് ഉണ്ടായിരിക്കാം. ദി സുപ്പീരിയേഴ്സ് ആർ കീൻലി വാച്ചിങ് ദ പേഴ്സൺ ഹു ഹാസ് ജോയിൻഡ് ന്യൂ. ഒരു പുതിയ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു പേഴ്സണെ കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്യും. ഹൗ ഹി ഡസ് ദി വർക്ക്, കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ അയാൾ ഏതൊക്കെ ദിവസമാണ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഏതൊക്കെ ദിവസമാണ് വർക്ക് ചെയ്യാണ്ട് വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഇതിന് എനിക്കൊരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങളുടെ കോളേജിലുള്ള ഒരു സാറിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ആൾ പറഞ്ഞ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, എ പേഴ്സൺ അയാളുടെ ഫാമിലീനെ നോക്കാനായിട്ട് അയാൾക്ക് പറ്റിയ ഒരു ജോലി അന്വേഷിച്ച് അയാൾ പോവാണ്. സോ അയാൾ ചെന്നപ്പെടുന്നത് ഒരു വെൽത്തി പേഴ്സൻ്റെ അടുത്ത് ചെന്നാണ് പെട്ടിട്ടുള്ളത്. അപ്പോൾ വെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ അയാൾക്ക് കുറേ അറിവുമുണ്ട്, അതേപോലെ തന്നെ കുറേ സ്വത്തുമുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, തനിക്ക് എന്ത് പണിയാണ് അറിയാം? ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ താനൊരു കാര്യം ചെയ്യും. അപ്പോൾ തൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. ഓക്കെ, യു ഹാവിങ് വൺ വെപ്പൺ വിത്ത് യു. സോ ഗോ ടു ദി ബാക്ക് യാർഡ്. നമ്മുടെ വീടിൻ്റെ പിൻവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പറമ്പാണ്. അപ്പോൾ യു സ്റ്റാർട്ട് കട്ടിങ് ഡൗൺ ദി ട്രീസ്. അവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, നീ മരം മുറിച്ചു എന്ന് പറയാണ്. സോ ഫോർ ഈച്ച് ട്രീ വിച്ച് ഹാസ് ബീൻ കട്ട് ഡൗൺ ഐ വിൽ ഗിവ് യു 1000 rupees ഫോർ യു. ഓരോ മരത്തിനും 1000 രൂപ വെച്ച് ഞാൻ തരാമെന്ന് പറയാണ്. അപ്പോൾ ഈ പേഴ്സണിനെ ഭയങ്കര സന്തോഷമായി. കാരണം ഫോർ 1 tree he is going to get ₹1000. അയാൾ പറഞ്ഞു, ഞാൻ അന്ന് തന്നെ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ തന്നെ അയാൾ ജോലിക്ക് കയറി. അപ്പോൾ അയാൾ പറഞ്ഞു, ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ പോയിട്ട് തിരിച്ചു വരാം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എണ്ണി നോക്കാം എത്ര മരങ്ങളാണ് താൻ മുറിച്ചിട്ടുള്ളതെന്ന് എണ്ണി നോക്കാം. എണ്ണി നോക്കി ആ മരം മുറിച്ചതിനുള്ള കൂലി ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ആദ്യത്തെ ദിവസം നോക്കിയപ്പോൾ അയാൾ 25 മരം മുറിച്ചിട്ടുണ്ട്. 25 മരം മുറിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾക്ക് എത്ര രൂപയെ കിട്ടാം? 25 into 1000, 25,000 rupees അയാൾക്ക് അന്നത്തെ വരുമാനം. അയാൾക്ക് ഏറ്റവും സന്തോഷമായി. അയാൾ കെട്ടിയിട്ടുള്ള പൈസയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് ഓടി. ഓക്കെ, അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഹി വെൻറ്റ്. ദ ഫാമിലി വാസ് ഓൾസോ സോ ഹാപ്പി സീയിങ് ദിസ് പേഴ്സൺസ് ഹാപ്പിനെസ്. വീട്ടിലത്തെ ഗ്രഹനാഥൻ്റെ മുഖം തെളിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും മുഖം തെളിയും അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ മുഖമൊന്ന് വാടിയാൽ ആ വീട്ടിലുള്ള എല്ലാവരുടെ മുഖം വാടും. അപ്പോൾ അതേപോലെ തന്നെ ഇയാളുടെ സന്തോഷം കണ്ടിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.
ഇയാൾ എന്ത് ചെയ്തു, ഭാര്യയോട് പറയണം, അന്ന് രാത്രി കിടക്കുമ്പോൾ പറയാണ്, നാളെ ഇത്രയും കൂടി നേരത്തെ പോകണം, കുറച്ചും കൂടി കൂടുതൽ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ഒരു 50 മരമൊക്കെ, ഇന്നിപ്പോൾ ഇത്ര നേരം കൊണ്ട് എനിക്ക് 25 മരം വെട്ടാൻ പറ്റിയില്ലേ, നാളെ നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 50 മരം വെട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ 50,000 രൂപയാണ് നാളെ ഞാൻ കൊണ്ടുവരാൻ പോണത് എന്ന് അയാൾ ആഗ്രഹിച്ച് അവിടെ കിടന്നു. രാവിലെ നേരത്തെ നേരത്തെ പോയി. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചു, നീ എന്താ എത്ര വേഗം വന്നേന്ന് ചോദിച്ചു. അല്ല, അത്രയും കൂടി നേരത്തെ പണി തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ശരി, നീ തുടങ്ങിക്കോ, നീ നിൻ്റെ പണി ചെയ്തോ എന്ന് പറഞ്ഞു. അയാൾ അന്നത്തെ ദിവസം പറഞ്ഞു, ഞാനിന്നും പുറത്ത് പോകും, ഞാൻ പുറത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് വരാം, നോക്കിയിട്ട് വരുമ്പോൾ നിനക്ക് എത്ര മരം മുറിച്ചിട്ടുണ്ടോ അതിനുള്ള കൂലിയും ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയിട്ട് വരുമ്പോഴേക്കും മരങ്ങളൊക്കെ മുറിച്ചത് എണ്ണി നോക്കുമ്പോൾ 15 മരമാണ് ഇയാൾ മുറിച്ചിട്ടിട്ടുള്ളൂ. സോ ഇയാൾക്കാകെ ഷോക്കായി. ഇന്നലെ ഈ പറഞ്ഞ നേരം കൊണ്ട് 25 മരം മുറിച്ചല്ലോ നീ, ഇന്ന് നിനക്ക് എന്താ പറ്റിയേ? 15 മരം മുറിച്ചിട്ടുള്ളൂ, നേരത്തെ വന്നിട്ട് നീ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇത്രയാണോ എന്ന് ചോദിച്ചു. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞു. ഡോണ്ട് വറി, മേ ബി യു ക്യാൻ ഇംപ്രൂവ് ടുമോറോ എന്ന് പറഞ്ഞു. സോ ഇപ്പോൾ 15,000 രൂപയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് നിരാശനായിട്ട് പോയി. അപ്പോൾ ഭാര്യ വന്ന് ചോദിച്ചു, ചേട്ടാ 50,000 ഉറുപ്പ്യ കിട്ടിയോ? ഇല്ല, 15,000 കിട്ടിയുള്ളൂ. എന്തേ? അത്രയും മുറിച്ചുള്ളൂ, 15 മരം ഞാൻ മുറിച്ചുള്ളൂ, അതുകൊണ്ടാണെന്ന്. സാരില്ല, പോട്ടെ, നാളെ ഇത്രയും കൂടിയും നേരത്തെ പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വളരെ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. അയാൾ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് പോയി. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് പോയി. അപ്പോൾ തൊട്ട് തുടങ്ങിയ മരം വെട്ടലും കാര്യങ്ങളൊക്കെയാണ്. വൈകിട്ട് നോക്കുമ്പോഴും 10 എണ്ണം പോലും തികച്ചും മുറിച്ച് തീർക്കാനായിട്ട് ആൾക്ക് പറ്റിയില്ല. സോ വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അപ്പോൾ ഇയാൾ ഇങ്ങനെ ആലോചിക്കണം, മുഴുവൻ നേരം വെട്ടിയിട്ട് ഇത്രയും നേരം പണിയെടുത്തിട്ട് എൻ്റെ കൈയും കാലൊക്കെ വേദന എടുത്തിട്ട് വയ്യ, പക്ഷേ വിചാരിച്ചത്ര റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ. എൻ്റെ അധ്വാനത്തിൽ എവിടെയാണ് കുറവ് വരുത്തിയത് ദൈവമേ? ഞാൻ ആദ്യത്തെ ദിവസത്തിനേക്കാളും കൂടുതൽ അധ്വാനിച്ചു, പക്ഷേ എനിക്ക് അതിനുള്ള ഫലം കിട്ടിയില്ലല്ലോ എന്നാണ് അയാളുടെ പ്രാർത്ഥനയായിരുന്നത്. എന്താണ് ദൈവമേ ഇങ്ങനെ ആയേന്ന് വിചാരിച്ചു അയാൾക്ക് ഭയങ്കര സങ്കടമായി. ഇതേപോലെ തന്നെ അന്ന് കൂലി കൊടുക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ 10 മരം പോലും ഇയാൾ മുറിച്ച് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടമായി. അയാൾ പറഞ്ഞു, എന്താണെന്നറിയുന്നില്ല യമാനെ, എനിക്ക് മുറിച്ചിട്ടത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഷോ മീ യുവർ വെപ്പൻ എന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ അയാൾ യജമാനൻ പറഞ്ഞു, ഡു യു നോ വാട്ട് വാസ് ദി റീസൺ ഫോർ ദാറ്റ് എന്നുള്ളത് ചോദിച്ചു. On the first day when you came, your weapon was so sharp and you did not do anything. On the second day, you just came and you have started to work with the blunt weapon. നീ വീട്ടിൽ പോയിട്ട് രാവിലെ വരുമ്പോൾ നിൻ്റെ വെപ്പൻ, നിൻ്റെ കത്തി എന്ന് പറയുന്ന സംഭവം നീ മൂർച്ച കൂട്ടാതെയാണ് വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ മരം വെട്ടി അത് ഏകദേശം ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ മൂർച്ച കൂട്ടണമായിരുന്നു അല്ലേ? അതായത് ഓരോ ഡിഗ്രീസ് നമ്മൾ കയറി പോകുമ്പോൾ UG കോഴ്സ് നമ്മൾ സക്സസ്ഫുള്ളി വി ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ദി പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ. So if you are in the same way that you are not going to prepare for your classes, or if you are not going to refer anything which is new, and if you are not going to do anything, this will be the result for you. ഇപ്പോൾ MCOMൻ്റെ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതിയ പക്ഷേ മാർക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, എക്സാമിനേഷൻസ് വരുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നമ്മളധികം റെഫർ ചെയ്തിട്ടില്ല. സോ ഗോ ഓൺ, ഷാർപ്പൻ യുവർ സെൽഫ്. സൈക്കോളജീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് ഉണ്ട്, അത് റീഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മോർ പോയിൻറ്റ്സ് ഫ്രം ദാറ്റ്. സോ ഓൾവേസ് ഷാർപ്പൻ യുവർ നോളജ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു വന്നു എന്ന് മാത്രം ഇതിനിടയിൽ. അപ്പം എന്തിനാണ് നമ്മൾ ഒരു പേഴ്സൻ്റെ ഒരു ജോലിയിൽ കയറുമ്പോൾ ആ എംപ്ലോയിനെ കുറിച്ച് നമ്മൾ അറിയണം എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? ദാറ്റ് ഈസ്
ടു നോ ഹൗ ഹീ ബിഹേവ്സ് ഇൻ ദി ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു പേഴ്സണിന് ഒരു ആക്ഷനിലേക്ക് നയിക്കുന്നത് എന്താണ് ഒരു ഹൗ എ പേഴ്സൺ ഡസ് എ പെർട്ടിക്കുലർ ആക്ഷൻ, വാട്ട് മേക്സ് ഹിം. ഇറ്റ് ഈസ് ദ നീഡ് which urges him to do such things. ഒരു മനുഷ്യൻ്റെ അത്യാവശ്യമാണ് ഒരു കാര്യം ചെയ്യാനായിട്ട് അവനെ പ്രവർത്തിപ്പിക്കുക. So if you want to have your breakfast, or if you want to have your lunch, or if you want to have your food, you have to earn. അതല്ലാന്നുണ്ടെങ്കിൽ you have to prepare എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ മുന്നിലേക്ക് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ആരും ഭക്ഷണം കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ ആ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങണം. അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യണം അല്ലേ. സോ ഒരു ആവശ്യം കംപ്ലീറ്റ് ആവാനായിട്ട് അതിൻ്റെ പുറകിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. സോ ഒരു പേഴ്സൻ്റെ നീഡാണ് അല്ലെങ്കിൽ അയാളുടെ വാണ്ടാണ് അയാൾ ഒരു കാര്യം ചെയ്യാനായിട്ട് അയാളെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് ഒരു പേഴ്സൻ്റെ ഒരു ലിവിങ് സിസ്റ്റം എൻവയൺമെൻറ്റിലെ നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഒരു പേഴ്സൺ ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ച പോലെ തന്നെ ഇരിക്കണില്ല അല്ലേ. അപ്പോൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് അവിടെ വരുന്നുണ്ട്. ഓരോ ദിവസവും വളർച്ചയുണ്ട്. വളർന്ന് നമ്മൾ ഓരോ സ്റ്റേജ് അച്ചീവ് ചെയ്യും. 1 year 2 year 3 year. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻഫാൻസി സ്റ്റേജ് കഴിയും. പിന്നെ നമ്മൾ ചൈൽഡ്ഹുഡിലേക്ക് കടക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ടീനേജിലേക്ക് കടക്കും. ടീനേജ് കഴിഞ്ഞാൽ അഡൽട്ട്ഹുഡിലേക്ക് നമ്മൾ കടക്കും. അഡൽട്ട്ഹുഡ് കഴിഞ്ഞാൽ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ കടക്കും. മെച്യൂരിറ്റി കഴിഞ്ഞാൽ ഓൾഡ് ഏജ്. ഇങ്ങനെ ജനനം മുതൽ മരണം വരെ ഒരു പേഴ്സൻ്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡെവലപ്മെൻറ്റ്സ്, ദിസ് ഈസ് ഹൗ ദ വേൾഡ് ഹാസ്. നമ്മൾ ഭൂമിയിൽ നമുക്ക് തരുന്ന സമയത്ത് കുറേ കടലും ഉണ്ടായിരുന്നു, കുറേ മരങ്ങളും ചെടികളും മൃഗങ്ങളും മനുഷ്യരും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്നിട്ട് ഹണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഷാർപ്പ് വെപ്പൺ വേണം. അപ്പോൾ നല്ല കൂർത്ത കല്ലുകൾ എടുക്കാൻ തുടങ്ങി. പിന്നെ നമുക്കത് പാകം ചെയ്യാനായിട്ട് തീ വേണം. അപ്പോൾ കല്ലുകൾ ഉരച്ച് നമ്മൾ ഫയർ ഉണ്ടാക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് ഒരു പേഴ്സൻ്റെ നീഡിൽ നിന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ടെക്നോളജി എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ലിവിങ് സിസ്റ്റം കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് വി ആർ ഷെയറിങ് ഇൻ കോമൺ. വാട്ട് ആർ ദേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹ്യൂമൻ ബീങ്സ് ഗ്രോ ആൻഡ് ഡെവലപ്പ് അല്ലേ. നമ്മളൊരാളും ജനിച്ച പോലെയില്ല, നമുക്ക് അവരിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. വി ആർ ഗ്രോയിങ് ആൻഡ് വി ആർ ഡെവലപ്പിംഗ്. സെക്കൻഡ് തിങ് ഇസ് ഹ്യൂമൻ ബീങ്സ് എക്സിസ്റ്റ് ഇൻ എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് വിത്ത് എൻവയൺമെൻറ്റ്. എന്താണ് ഹ്യൂമനും എൻവയൺമെൻറ്റും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് ഉണ്ട് രണ്ടുപേർ തമ്മിലും. That is, they receive energy for the resources from environment. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെ എൻവയൺമെൻറ്റിൽ നിന്ന് അവന് കുറേ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻവയൺമെൻറ്റ് ക്ലീൻ ആക്കി വയ്ക്കുന്നതിലും എൻവയൺമെൻറ്റിനെ സംരക്ഷിക്കാനായിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ മനുഷ്യൻ അവന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് എൻവയൺമെൻറ്റും ഹ്യൂമൻ ബീയിങ്ങും തമ്മിൽ നടക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് റെഗുലേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ഫ്രം ദി എൻവയൺമെൻറ്റ് ആൻഡ് ബിഹേവിയറൽ ഔട്ട്പുട്ട്. അപ്പം നമ്മൾ പ്രകൃതിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറേ അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്ന് വി ആർ ഗെറ്റിംഗ് ആസ് സംതിങ് ആസ് ഇൻപുട്ട്.
ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഫോർ ഇൻസ്റ്റൻസ്, വെൻ ടെമ്പറേച്ചർ ഗോസ് ഡൗൺ വി മേക്ക് എഫേർട്ട് ടു ഫീൽ വാം. ഇപ്പോൾ ടെമ്പറേച്ചർ വല്ലാതെ ഒരു തണുപ്പിലേക്ക് എത്താമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ചൂടാക്കി വെക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ചിലപ്പോൾ സ്വെറ്റേഴ്സ് യൂസ് ചെയ്യാം, ഷോളുകൾ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിറകെടുത്ത് കത്തിച്ച് നമുക്ക് എന്താ പറയുക, കുറച്ച് ചൂട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളിൽ തന്നെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, പ്രകൃതിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എൻവയൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്തു പോകും. ഇനി വല്ലാണ്ട് നമുക്ക് ചൂട് തോന്നുകയാണെങ്കിൽ, ഉഷ്ണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫാനും എ സിയും കൂളറും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാനായിട്ട് തുടങ്ങും. സോ അത് പറഞ്ഞു, പ്രകൃതി ഒരു കാര്യം ചെയ്യാൻ, എൻവയൺമെൻറ്റിന് എന്താണോ അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനും നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കാനും നമ്മൾ തുടങ്ങുന്നൊരു സിറ്റുവേഷൻ, സെൽഫ് റെഗുലേറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി. And then is the human and environment, both components of the system work in an interdependent manner. രണ്ടും പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. എൻവയൺമെൻറ്റ് നമ്മളിലും നമ്മൾ എൻവയൺമെൻറ്റിലും. ഇറ്റ് ഈസ് ദ ബേസിക് തിങ് ഈസ്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലൊക്കെ നമ്മൾ വരുന്നത്, അത് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. എത്ര കാലമായി നമ്മുടെ അടുത്ത് പറയുന്നത് സ്വച്ഛ് ഭാരതിൻ്റെ കാര്യങ്ങളും, ദറ്റ് ഇസ് ക്ലീൻ ഇന്ത്യ, വൺ ഇന്ത്യ, ക്ലീൻ ഇന്ത്യ എന്നൊക്കെ എന്തൊക്കെ ഇത് കേൾക്കണുണ്ട് നമ്മൾ. എന്നിട്ടും നമ്മൾ പഠിക്കണുണ്ടോ? നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആ സാധനം അപ്പം അവിടെ നമ്മൾ കളയും. പക്ഷേ നിങ്ങൾ അതർ കൺട്രീസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യില്ല. വാട്ട് ഈസ് ദ റീസൺ? നമുക്ക് ആ സിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് തോന്നില്ല. ബിക്കോസ് ദേ ആർ ഓൾവേസ് ക്ലീൻ. അപ്പോൾ നമ്മുടെ നാട് മാത്രം എന്ത് ക്ലീൻ ആവാത്ത? ഇറ്റ് ഈസ് ഓൺലി ദ റീസൺ ഇസ് അവർ സെൽഫ്. വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഇന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ ചെയ്യും, മക്കളെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇറ്റ് ഡെവലപ്സ്. ചെറുപ്പം മുതലേ കുട്ടികളെ നമ്മൾ വീട്ടിലായാലും സ്കൂളിലായാലും കോളേജസിലായാലും പുട്ട് യുവർ വേസ്റ്റ് ഇൻ ദി വേസ്റ്റ് ബിൻ. ഇടയ്ക്കിട്ട് നമ്മൾ തന്നെ അത് കൊണ്ടുപോയി കളയുക. അത് കത്തിച്ച് കളയാനത് കത്തിച്ച് കളയാം. ഇനി അതെല്ലാം നമ്മുടെ മണ്ണിൽ അലിഞ്ഞു പോകാത്ത ടൈപ്പ് എന്തെങ്കിലും പ്ലാസ്റ്റിക്സും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് റീസൈക്ലിങ്ങിന് പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ചെറിയ എൻവയൺമെൻറ്റ് ക്ലീനായിട്ട് വെക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഇറ്റ് ഡെവലപ്സ്. അപ്പോൾ അങ്ങനെ ദ ഹോൾ കൺട്രി ക്ലീൻ ആയിരിക്കും. എക്കോളജിയിൽ നമുക്ക് ഒന്നും തന്നെ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല. ബിക്കോസ് ദ പൊല്യൂഷൻസ് കിൽ അസ്. സോ ഓൾവേസ് ട്രൈ നോട്ട് ടു പൊല്യൂട്ട് എനിത്തിങ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒന്നിനും പൊല്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഒന്നത്തിലും പൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അത് ഏത് കാര്യത്തിലായാലും, നോട്ട് ഓൺലി ഇൻ എൻവയൺമെൻറ്റ്, നമ്മുടെ ഏത് കാര്യത്തിലും പൊല്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. നമ്മുടെ നല്ല തീരുമാനങ്ങളിനെ പൊല്യൂട്ട് ചെയ്യാൻ, നല്ല ആശയങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഒരു പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലിയറായിട്ട് ആർക്കായാലും എവിടെയായാലും വ്യക്തമാകുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പതറേണ്ട ആവശ്യമില്ല. നമുക്ക് കള്ളത്തരം കാണിക്കുമ്പോഴാണ്, തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പതറാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന്. അപ്പോൾ എൻവയൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് രണ്ട് പേരും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ നമ്മുടെ പരിസരം കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രകൃതി രമണീയമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പ്രകൃതി തരുന്നത് നമ്മൾ ഇൻടേക്ക് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ പ്രകൃതിനെ
സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ വളരെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ദെൻ ലെവൽസ് ഓഫ് സൈക്കോളജിക്കൽ പ്രോസസ്സസ്. അപ്പോൾ എന്തൊക്കെയാണ് ലെവൽസ് ഓഫ് സൈക്കോളജിക്കൽ പ്രോസസ്സ്? എ പേഴ്സൺ ഇസ് ബോൺ ഇൻ എ ഫാമിലി വിച്ച് വർ എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ഹിസ് ബർത്ത്. അല്ലേ, ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ ജനിക്കുന്നുണ്ടെങ്കിൽ എന്നേക്കാളും മുമ്പ് ആ ഫാമിലി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൽ സത്യമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജനിക്കുന്നതിനേക്കാളും മുൻപ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ഇന്ന് ജനിച്ചു വീഴുന്നത്. ബിഫോർ ഐ എം കമ്മിങ് ടു ദിസ് വേൾഡ് മൈ ഫാമിലി എക്സിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ലോകം മുൻപും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിലെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫങ്ഷനിങ് ആസ് ഗിവൻ ബിലോ. നമുക്കൊരു 6 ഫങ്ഷൻസ് ഉണ്ട്. അതോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. നമ്മൾ ബ്രീത് ചെയ്യുന്നുണ്ട്, ബോഡിലി ആക്ടിവിറ്റീസ് അല്ലേ. നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ ചില ആക്ടിവിറ്റീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബ്രീതിങ്, തിങ്കിങ്, റെസ്പോണ്ടിങ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, എക്സ്ക്രീഷൻ. ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻസാണ്, ആക്ടിവിറ്റീസാണ്. നമ്മൾ തിങ്ക് ചെയ്യാറുണ്ട് അല്ലേ, നമുക്ക് ഹങ്കർ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇഫ് വി ആർ തേഴ്സ്റ്റി വി ഡ്രിങ്ക് വാട്ടർ. ഇതൊക്കെ കഴിയുമ്പോൾ ക്ലീനിങ് പ്രോസസ്സായിട്ട് എക്സ്ക്രീഷൻ വരുന്നുണ്ട്. സ്വെറ്റ് ഗ്ലാൻസ് ഓപ്പണായി നമ്മൾ വേർത്ത് പോവാറുണ്ട്. അതേപോലെ തന്നെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യുവർ കിഡ്നീസ് ആർ വർക്കിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് എപ്പോഴെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നുണ്ടോ? നോ അല്ലേ. ഇറ്റ് വർക്ക്സ് ഓൺ കണ്ടിന്യൂസ്ലി. അപ്പോൾ ഈ വർക്കിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു മനുഷ്യൻ്റെ പണി. സോ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദി ബോഡി കണ്ടിന്യൂസ്ലി. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് തിങ്കിങ്, ഇമാജിനേഷൻ, മെമ്മറി, പെർസെപ്ഷൻ, ഇമോഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ തിങ്ക് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവാറുണ്ട്. പെർസെപ്ഷൻ, എന്താണ് നടക്കുന്നതെന്ന് പെർസീവ് ചെയ്യാറുണ്ട്. സംടൈംസ് ഇമോഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്. വെൻ യു ഫീൽ ടു ക്രൈ, burst out with tears. When you feel to laugh like something. From the mind it should come out. വെറുതെ പുഞ്ചിരിച്ച് ഒതുക്കരുത്, നല്ലോണം അങ്ങോട്ട് ചിരിച്ച് അവസാനിപ്പിക്കുക. ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കുക, കരയാൻ തോന്നിക്കഴിഞ്ഞാൽ കരയുക. വിഷമിച്ച് നമ്മളിരിക്കരുത്. സോ നമ്മുടെ ഇമോഷൻസ് പുറത്തേക്ക് കളയാനുള്ളത് കളയണം. then only your mind will be free എന്നുള്ള കാര്യമാണ്. ഇമോഷൻസൊക്കെ നമ്മൾ ഒതുക്കി വയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഡിപ്രഷനിലേക്കാണ് നമ്മൾ പോകുക. സോ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒരു മനുഷ്യനും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇഫ് യു ആർ ഹാവിങ് എനി ഇമോഷൻസ് ടു ഡു ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ളത്. കാരണം നമ്മൾ കരച്ചിൽ നമുക്ക് സങ്കടം ഇതൊക്കെ നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ കരയേണ്ട സമയത്ത് അവസാനം കരയാൻ പറ്റാതെ പോകുന്ന എത്രയോ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എത്രയോ ഇൻസിഡൻസ് നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചോളൂ. കരയരുത്, എന്ത് വന്നാലും ജീവിതത്തിൽ കരയരുത്.
കരയാൻ പാടില്ല, കരയാൻ വേണ്ടി ജനിച്ചവരല്ല നമ്മൾ എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുത്ത് എന്ത് സിറ്റുവേഷൻ വന്നാലും കരയാതെ ഈ സങ്കടം മുഴുവൻ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ വ്യക്തി പെട്ടെന്നൊരു ദിവസം ഇല്ലാതായി. ഈ കുട്ടീനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കണത് മുഴുവൻ കരയരുത് എന്നുള്ളതാണ്. ആ കുട്ടി ഒരു തുള്ളി പോലും കരഞ്ഞിട്ടില്ല. ആ വിഷമം മുഴുവൻ കുട്ടി ഉള്ളിൽ ഒതുക്കി ആ കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ സെപ്പറേഷൻ ആ കുട്ടി അവിടെ